കൊല്ലം മയ്യനാട് ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. വഴിയാത്രക്കാരനായ യുവാവിനെ ലഹരി സംഘം കുത്തി പരിക്കേൽപ്പിച്ചു. മയ്യനാട് മുക്കം സ്വദേശി ആസീമിനാണ് കുത്തേറ്റത്. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരവധി പേരെ മർദ്ദിച്ച സംഘത്തിലെ ഒരാളെ ഇരവിപുരം പോലീസ് ഓടിച്ചിട്ട് പിടികൂടി. എൻ്റെ കയ്യിലും പിന്നെ ഈ വയറ്റിലൊക്കെ ഇടിച്ചിട്ടുണ്ട്, തലയിൽ ഇവിടെ നെറ്റിയിൽ പിന്നെ ഈ സൈഡിൽ. കൊല്ലം മയ്യനാട് പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ വ്യാപകമായി അക്രമം അഴിച്ചുവിടുകയാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വഴിയാത്രക്കാരെ പോലും ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ലഹരിക്കടിമകളായ 3 യുവാക്കൾ 2 വീലറിലെത്തി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ചീറിപ്പാഞ്ഞു വന്ന ഇവർ വഴിയാത്രക്കാരെ അകാരണമായി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ഈ സമയമാണ് മുക്കം സ്വദേശിയായ ആസിം ഇതുവഴി കടന്നുപോയത്. അക്രമി സംഘം ആസിമിന് നേരെ തിരിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികളിൽ ഒരാൾ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആസിമിനെ തുരുതുര കുത്തി പരിക്കേൽപ്പിച്ചു. ആസിമിന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളേറ്റിട്ടുണ്ട്. ഇതിനുശേഷവും ലഹരി സംഘം റോഡിലൂടെ പോയ മറ്റുള്ളവരെയും ആക്രമിക്കാൻ മുതിർന്നു. വിവരമറിഞ്ഞ ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് പിന്തുടർന്ന് പ്രതികളിൽ ഒരാളെ സാഹസികമായി പിടികൂടി. കുത്തേറ്റ ആസിമിനെ ആദ്യം മയ്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. തടഞ്ഞെടുത്തി 3 പേര് കള്ളുപിടിച്ച് പിറ്റായിട്ട് വന്നിട്ട് ഇടിച്ച്. പിന്നെ 3 പേരെ കയ്യിലും വാളൊക്കെ ഉണ്ടായിരുന്നു, 2 പിച്ചാത്തി പോലത്തെ സാധനവും പിന്നെ ഇടിവളയൊക്കെ ഇട്ട് ഇടിച്ച്. പയ്യന്മാർ. മയ്യനാട് കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങളുടെ ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ വിവിധ കോണുകൾ താവളമാക്കിയാണ് ഇത്തരക്കാർ ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത്. ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന നാട്ടുകാരെയും വഴിയാത്രക്കാരെയും ആയുധങ്ങളുമായി നേരിടുന്നത് ഇവരുടെ പതിവ് ശൈലിയാണ്. 8 മണി കഴിഞ്ഞാൽ മുക്കം റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ താനി, ഉമേലൂർ, ഏല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വളരെ ഈ സംഘം ഭയങ്കരമായ മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MDMA പോലുള്ള മാരകമായ ഈ മയക്കുമരുന്നുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആക്രമണം നടത്തിയവരിൽ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരുമുണ്ട്. ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം കാരണം ഭയരഹിതമായി വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ മയ്യനാട്ടുകാർ. ഒളിവിൽ പോയ മറ്റ് 2 പ്രതികൾക്കായി ഇരവിപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് മലയാളം, കൊല്ലം.